ദൈവമായിരുന്നു. ആ ദൈവത്തെ അവൻ മുറുകെ പിടിച്ചു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, സർവശക്തനാകുന്ന ദൈവം. ആമേൻ. മാനുഷികമാകുന്ന കരങ്ങൾ ചിലപ്പോൾ അസ്ഥാനത്തായി മാറും. ആമേൻ. മാനുഷികമാകുന്ന പരിഗണനകൾ നമുക്ക് ലഭിക്കാതെ വന്നിരിക്കാം. ആമേൻ. മാനുഷികമാകുന്ന സാന്നിധ്യം നമുക്ക് ലഭിക്കാതെ വരുന്ന ഇടത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. ഭീകരമാകുന്ന വിഷജന്തുക്കളുള്ള ഭയാനകമാകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ യോഹന്നാന്റെ മുഴങ്കാൽ മടക്കി യോഹന്നാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് തന്റെ ഭാരങ്ങൾ താൻ പ്രാർത്ഥനയിലായിരുന്നു. ആ സമയത്ത് തിരുവചനം ഇങ്ങനെ പറയുന്നു, അവൻ ആത്മവിവശതയിലായി പത്മോസിലേക്ക് ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ മുടിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടിയാണ് പത്മോസിലേക്ക് അയച്ചതെങ്കിലും സർവശക്തനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആ പത്മോസിൽ ഇറങ്ങി വന്നു. നീ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് പ്രശ്നമല്ല, നീ ആരാണ് എന്നുള്ളത് ദൈവത്തിന് പ്രശ്നമല്ല, പക്ഷെ നിന്റെ മനോഭാവമാണ് ദൈവം കാണുന്നത്. ഇന്ന് പകൽക്കാലം വലിയവരെയും ചെറിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന മുഖപക്ഷമില്ലാത്ത ഒരു നാള് കൈവിടുകയില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങളെ അഴിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ ശക്തി ഇവിടെ ഇരിക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്ന പകലായിട്ട് മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അവിടുന്ന് ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുന്ന യോഹന്നാൻ വിശുദ്ധ ദിവസത്തിൽ അവൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. തേജസ്കരിക്കപ്പെട്ടവനായ കർത്താവിന്റെ സാന്നിധ്യം യോഹന്നാൻ കണ്ടു. അവൻ ചില ദർശനങ്ങൾ കണ്ടു. സംഭവിച്ചതോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ സംഭവിക്കാൻ പോകുന്നതുമാകുന്നത് അവൻ ആത്മാവിൽ ദർശിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട യാത്രയ്ക്ക് അതൊരു അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. നോക്കൂ, അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. നോക്കിക്കേ, ആമൻ. പത്മോസിൽ ആത്മവിവശതയിൽ കിടക്കുന്ന യോഹന്നാൻ ചിലത് എഴുതുവാൻ വേണ്ടി പോകുകയാണ്. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ 7 ദൈവസഭകൾക്കുള്ള ആത്മീക ദൂതുകളാണ് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ കിടന്ന് എഴുതുവാനിടയായി തീർന്നത്. അത് ദൈവസഭകൾക്ക് അനുഗ്രഹമെന്ന് മാത്രമല്ല, ഇന്നുള്ള സഭകളോടുള്ള ദൈവിക ആലോചനയും കൂടെ ആയിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് വളരെ ശ്രദ്ധിക്കണം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർക്കും ഭാഗ്യവാന്മാരാണ്. ഇത് വായിക്കുക മാത്രമല്ല, ഇത് വായിച്ച് കേൾപ്പിക്കുകയും ഇതിൽ അടങ്ങിയിരിക്കുന്നത് കേൾക്കുകയും ഇത് കേൾപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. ഈ 3-ാം വാക്യത്തിൽ 3 കാര്യങ്ങളുണ്ട്. ആമേൻ. ഇതനുസരിച്ചാൽ നന്മ പ്രാപിക്കുവാൻ കഴിയും. 3-ാമത്തെ വാക്യത്തിൽ ആമേൻ സ്തോത്രം 3 കാര്യങ്ങളാണ്. 1, നന്മ പ്രാപിക്കാൻ കഴിയും. 2-ാമത്തെ കാര്യം, തിന്മയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ കഴിയും.
മൂന്നാമത്തെ കാര്യം, ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, നന്മ പ്രാപിക്കുവാൻ വേണ്ടി കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ വേണ്ടി കഴിയും. മൂന്നാമത്തെ കാര്യം, ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. ആമൻ, ഇതൊരു മാനുഷികമായിട്ടുള്ള ഇതായി വന്നതല്ല. അതിന്റെ അപ്പുറത്തെ സ്വർഗത്തിലെ ദൈവം അനേകരുടെ കരങ്ങളെ ചലിപ്പിച്ചതാണ്. സ്തോത്രം. വെളിപ്പാടെന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് മറ നീക്കുക എന്നുള്ളതാണ്. വെളിപ്പാടെന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മറ നിൽക്കുക. ഒന്നുകൂടി പറഞ്ഞ, ഗ്രീക്കിൽ ഇതിന് പറയുന്ന ഒരു വാക്കുണ്ട്, അപ്പോകാലിപ്സ്. എന്താണ് അപ്പോകാലിപ്സ് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. വെളിപ്പാടെന്ന വാക്കിന്റെ അർത്ഥം മറ നീക്കുക. ഗ്രീക്ക് വാക്കിൽ അപ്പോകാലിപ്സ് എന്ന വാക്കിന്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരിക. അതാണ് വെളിപ്പാട്. മറഞ്ഞിരിക്കുന്നത് മറ നീക്കി പുറത്തു കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ വെളിപ്പാടെന്ന് പറയുന്നത്. സ്തോത്രം. എങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്? 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 20-ാമത്തെ വാക്യം, ഉള്ളതും ഈ സംഭവിപ്പാനിരിക്കുന്നതും നീ കണ്ടതും. അത് മുതൽ 19. കണ്ടതും ഇപ്പോൾ ഉള്ളതും. നോക്കിയ, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിപ്പാനിരിക്കുന്നതും. എന്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ എന്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാർ. 7 നക്ഷത്രം 7 സഭയ്ക്കുള്ള ദൂതാകുന്നു. അടുത്തത് 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. നോക്കിക്കേ, 7 നിലവിളക്ക് എന്ന് പറയുന്നത് 7 സഭകളാണ്. ആമൻ. 7 നക്ഷത്രം 7 സഭയ്ക്കുള്ള ദൂതാണ്. 7 നിലവിളക്ക് 7 സഭകളെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമൻ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ആ 7 സഭകളെയും കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ആമൻ. നീ കണ്ടത് 1-ന്റെ 10-ാമത്തെ വാക്യം വായിച്ച്. 1-ന്റെ 10. നോക്കിക്കേ, കണ്ടത് ആത്മവിവശതയിലായിട്ട് യോഹന്നാൻ കണ്ടതാണ് എഴുതിയിരിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല, ഊഹാഭോഗത്തിന്റെ വെളിച്ചത്തിലല്ല, എന്തെങ്കിലും ഹൃദയത്തിലുണ്ടായ തോന്നലിന്റെ വെളിച്ചത്തിലല്ല. അവൻ തന്റെ കണ്ണുകൊണ്ട് കണ്ടത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമെ കണ്ടത് പറയുന്ന, ആമെ വെളിപ്പാട് പുസ്തകത്തിന്റെ രചയിതാവാകുന്ന അപ്പോസ്തലനാകുന്ന യോഹന്നാന്, ആമെ ദൈവത്തിന്റെ ആത്മാവ് ചിലതൊക്കെ കാണിക്കുവാനിടയായി തീർന്നു. കണ്ടവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ആമൻ. ഒരിക്കൽ ഒരു രാത്രിയുടെ 12-ാം മണി നേരം കഴിഞ്ഞപ്പോൾ ഒരു പട്ടി കുരയ്ക്കുന്നത് വീട്ടുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പട്ടി കുരയ്ക്കുന്നത് കേട്ട് അദ്ദേഹം ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റ് ശ്രദ്ധ കൂർപ്പിച്ചപ്പോൾ അടുത്ത നായ്ക്കളും കുരയ്ക്കുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അത് കേട്ട് അനേക നായ്ക്കൾ കുരയ്ക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ കുര പതുക്കെ കുരയ്ക്കുന്ന നായ്ക്കൾ കുര നിർത്തുവാനിടയായി തീർന്നു. എന്നാൽ ഒരു നായ കുരച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ഇറങ്ങി നോക്കിയപ്പോൾ എന്തോ ഇരുട്ടിന്റെ മറവിലൂടെ ഒരു നിഴൽ പോലെ ആരോ മറയുന്നത് പോലെ തനിക്ക് തോന്നി. അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. നേരിട്ട് കണ്ട ആ നായിക്ക് കുരയ്ക്കാതിരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ കേട്ട് കുരച്ച നായ്ക്കളൊക്കെ കുര അവസാനിപ്പിച്ച് കിടന്നുറങ്ങുമ്പോൾ കേട്ടതിന് കണ്ടതിന് അത് പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കണ്ടവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. അനുഭവിച്ചവർക്ക് ദൈവസന്നിധാനത്തിൽ അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. ആരൊക്കെ വാവൂട്ടിയിരുന്നാലോ, ആരൊക്കെ ആരാധിച്ചാലോ, ആരൊക്കെ സ്തോത്രം പറഞ്ഞാലോ,
സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, കൈകൊട്ടിയാലും കൈകൊട്ടിയില്ലെങ്കിലും, ആരെല്ലാം വന്നാലും വന്നില്ലെങ്കിലും ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, കണ്ടവർ കടങ്ങിയിരിക്കാൻ പറ്റുകയില്ല, അനുഭവിച്ചവർ കടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ സാഹചര്യം തനിക്കെതിരാണ്. താൻ ഒറ്റയ്ക്കാണ് അവിടെയുള്ളത്. ഭയാനകരമായിട്ടുള്ളതും ഭീകരജനതവുമായിട്ടുള്ള ആ സാഹചര്യത്തിലാണ് താൻ ആയിരിക്കുന്നത്. പക്ഷെ ആത്മവിവശതയിലാകുവാൻ അതൊന്നും തനിക്കൊരു തടസ്സമല്ലായിരുന്നു. എത്ര പേർക്ക് ദൂതന്റെ ആഴം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പലരും സാഹചര്യത്തെ കുറ്റം പറയുന്നവരാണ്. പാസ്റ്റർ, എനിക്ക് അങ്ങനെ ഒരു വിഷയമാണ്, പാസ്റ്റർ എനിക്ക് ഇങ്ങനത്തെ വിഷയമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സാഹചര്യത്തെ പഴി പറയുമ്പോൾ യോഹന്നാന് പറയുവാനുള്ളത്, സാഹചര്യം മോശമാണ്, ഇനിയും ജീവനോടെ ഈ പത്മോസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ജീവനും മരണത്തിനും നടുവിലുള്ള ഒരു പോരാട്ടത്തിന് നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത്. പക്ഷെ എനിക്കൊന്നറിയാം, ഇവിടേക്ക് ഞാൻ വന്നെങ്കിൽ ഇവിടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്യും. ദൈവം അറിയാതെയല്ല നീ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. ദൈവം അറിയാതെയല്ല നീ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കുന്നത്. ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം നിന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ഒരു പ്ലാൻ നിന്നെ കുറിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നോക്കി 1-ാം അധ്യായത്തിന്റെ 10-ലും 20-ലും പറയുകയാണ്, നീ കണ്ടത്, സ്തോത്രം, അടുത്തത് 2:1 മുതൽ 3 വരെയും 22-ാമത്തെ വാക്യത്തിലുമാണ് കാണുവാൻ കഴിയുന്നത്. 2:1 വാക്യം, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. സ്തോത്രം. തളർന്നു പോകാഞ്ഞതും ഞാനിപ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ളത് നിന്നെ തളർത്തിക്കളയുന്ന, നിന്നെ ക്ഷീണിപ്പിക്കുന്ന മാനസികമായിട്ട് ഒത്തിരി സമ്മർദ്ദങ്ങൾ നിനക്ക് നേരെ വരും. സ്തോത്രം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അത് നേരിടുന്നവരുണ്ടായിരിക്കാം, നേരിട്ടിട്ടുള്ളവരുണ്ടായിരിക്കാം. നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അത് നേരിടുന്നവരുണ്ടായിരിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അത് നേരിട്ടവരുണ്ടായിരിക്കാം. നമ്മുടെ ആത്മീയ ശുശ്രൂഷയിൽ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ നമ്മെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ഉള്ള സാഹചര്യമാണ് യോഹന്നാൻ ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. അടുത്ത എന്താ ഇപ്പോൾ സംഭവിപ്പാനിരിക്കുന്നത്? എന്താണ്? 4:22 വാക്യം, ഞാൻ അവളുടെ കിടപ്പിലും അവളുമായി വിഭജിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതെ. അതിന്റെ 22 വാക്യം, 1:20, 2:22 ഉണ്ടോ? വായിക്കും. അല്ലല്ല, 2:22. ഞാൻ അവളെ കിടപ്പിലും അതെ, അവളുമായി വിഭജിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിൽ ആക്കിക്കളയും. നോക്കിയ സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ചും യോഹന്നാൻ പറയുകയാണ്, ദൈവം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒരാളെടുക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യവും മറ്റൊരാളെടുക്കണം.
ദൈവം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കും. ദൈവം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒന്നും എന്ത് ചെയ്യുന്നില്ല. ആമോസ് 3:7. യഹോവയായ കർത്താവ് തന്റെ പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. നോക്കിയ ദൈവമക്കളെ, വളരെ ശ്രദ്ധിക്കണം. ദൈവം തന്റെ ദാസന്മാർക്ക് അവരെ അറിയിക്കാതെ ദൈവം ഒരു കാര്യവും എന്ത് ചെയ്യത്തില്ല. സോദോം ഗോമോറയെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവപുരുഷന്മാർ ആ വഴി വന്നു. ഏത് വഴി വന്നു? അബ്രഹാമിന്റെ വീടിന്റെ അടുത്തൂടെ വന്നു. അബ്രഹാം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ദൈവദൂതന്മാർ, ദൈവപുരുഷന്മാർ അബ്രഹാമിനോട് പറയുകയാണ്, സോദോം എന്ന് പറയുന്ന പട്ടണത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആമൻ അബ്രഹാം എന്താ ചെയ്തെന്നറിയാമോ? ആ ദൈവപുരുഷന്മാർക്കും ലോത്തിനും നടുവിൽ, ദൈവത്തിനും നടുവിൽ മധ്യസ്ഥത വഹിക്കുകയാണ്. എന്താണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്? അബ്രഹാമിന്റെ സഹോദരപുത്രനാകുന്ന ലോത്തും കുടുംബവും എവിടെയുണ്ട്? സോദോം ഗോമോറയിലുണ്ട്. അതുകൊണ്ട് അബ്രഹാം പറയുകയാണ്, അവിടെ ഒരു 50 പേരെങ്കിലും നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? അപ്പോൾ ദൈവപുരുഷന്മാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നശിപ്പിക്കുകയില്ല. അപ്പോൾ അബ്രഹാമിനൊന്ന് മനസ്സിലായി, ആ പട്ടണത്തിൽ 50 പേര് പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. അപ്പോൾ അബ്രഹാം വീണ്ടും പറയുകയാണ്, ഒരു 40 പേര്. അവർ പറഞ്ഞു, ഇല്ല, 30 പേര്. ഒടുവിൽ 10 പേരെങ്കിലും ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചതിന് ദൈവപുരുഷന്മാർ പറഞ്ഞു, ഇല്ല എന്നുള്ള മറുപടിയാണ്. സ്തോത്രം. നോക്കിയ, പട്ടണത്തെ നശിപ്പിക്കുവാൻ പോകുന്ന കാര്യം യഹോവയാകുന്ന ദൈവത്തിന്റെ പുരുഷന്മാർ മുഖാന്തരം ആരെ അറിയിച്ചു? അബ്രഹാമിനെ അറിയിച്ചു. അതുകൊണ്ട് ആമോസിന്റെ പ്രവചനത്തിൽ നാം വായിച്ചത്, തന്റെ ദാസന്മാരെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2:28 എടുത്തവരൊന്ന് വായിച്ചാട്ടെ. ദാനിയേൽ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. സ്തോത്രം. ദാനിയേല് പറയുകയാണ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ആരോട് പറയുക? രാജാവിനോട് പറയുക. ദാനിയേലിന് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള അവസരം വന്നെത്തിയിരിക്കുകയാ. ദാനിയേലിനൊന്നറിയാം, എന്റെ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാ, പ്രാർത്ഥിക്കുന്നവന് ചിലതൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കൂ. പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം ഇറങ്ങി വരൂ. ആരാധിക്കുന്ന നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള പദ്ധതികൾ ദൈവം വെളിപ്പെടുത്തു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് മഹത്വം കൊടുക്ക. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവമായിട്ടൊരു ആഴമേറിയ ബന്ധം നമുക്കുണ്ടോ? അതൊരു പൊത്തൂരത്തെ ചടങ്ങിന് വേണ്ടിയാണോ? യോഗത്തിന് വേണ്ടി കടന്നു വരുന്നത് അല്ല, സഭയുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നത്. ഇന്ന് പകൽക്കാലം ഒരു ആത്മീക പരിവർത്തനം നിനക്ക് ആവശ്യമാണ്. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. ഒരു രൂപാന്തരം ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക. കർത്താവേ, ഇന്ന് പകല് എന്നെ ഒന്ന് സ്പർശിക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം എന്റെ ഹൃദയത്തിൽ അങ്ങനെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണമേ. ഇന്ന് പകൽക്കാലം എന്നോടൊന്ന് ഇടപെടണമേ. അങ്ങയുടെ ഇന്നവേറിയ ശബ്ദത്താൽ എന്നെ അവിടെ നിറയ്ക്കണമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില കെട്ടുകൾ അഴിയട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില മൺകുടങ്ങൾ തകരട്ടെ, ചില പാരമ്പര്യ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. നിന്റെ കുടുംബത്തോട് വെല്ലുവിളിക്കുന്ന
നിന്റെ ജീവിതത്തോട് വെല്ലുവിളിക്കുന്ന, നിന്റെ ഭാവിയോട് വെല്ലുവിളിക്കുന്ന, മുൻപോട്ട് പോകാൻ പറ്റാത്ത നിലകളിൽ ശത്രു കുരുക്കിയിട്ടുള്ള ചില കുരുക്കുകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവജനം നിറയട്ടെ. ആത്മാവിന്റെ കരുത്തുള്ളവരായി, ആത്മാവിന്റെ ശക്തിയുള്ളവരായി ഇന്ന് പകൽക്കാലം നീ വന്നതുപോലെയല്ല, ഒരു ഇരട്ടി ശക്തി പ്രാപിച്ചു വേണോ. അന്യ ഭാഷകളിൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആത്മാവിന്റെ നിറവോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിന്നെ കല്ലെറിയുന്നവരുണ്ടായിരിക്കാം, നിന്നെ പൊട്ടക്കടയിൽ എറിയുന്നവരുണ്ടായിരിക്കാം, നിന്നെ സിംഹക്കുഴിയിൽ വലിച്ചെറിയുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാ, അവിടെ നിന്നല്ല നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്, ദൈവമുണ്ട്, ദൈവമുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആത്മനിയോഗം എന്ന പകൽക്കാലം ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു തല മുതൽ മറുതല വരെ ദൈവമക്കൾ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. നീ ഇവിടെ വന്നത് വളരെ മാനസിക സംഘർഷവുമായിട്ടാ, ഒത്തിരി ഭാരങ്ങളുമായിട്ടാ ഇതിന്റെ അകത്ത് നീയിരിക്കുന്നത്. നിന്റെ കൈകൾ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. ഒരു വ്യത്യസ്തമാകുന്ന ചലനാത്മകമാകുന്ന ദൈവകൃപയുടെ അളവറ്റ സാന്നിധ്യം എന്ന പകൽക്കാലം നിന്റെ മൺകൂടാരങ്ങളിൽ പകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയുടെ അളവറ്റ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്തുണ്ട്, ഇതിന്റെ അകത്തുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ വലതുകരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേ വളരെ ശ്രദ്ധിക്കണം. ആമൻ ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്. ആമൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സിംഹത്തിന്റെ ഗുഹ തന്റെ മുൻപിൽ ഒരുങ്ങിക്കിടക്കുന്നുണ്ട്. തീച്ചൂള തന്റെ മുൻപിൽ റെഡിയായി കിടക്കുന്നുണ്ട്. മരണത്തിനും ജീവനും നടുവിലാണ് തന്റെ ഭക്തനായിരിക്കുന്നത്. പക്ഷെ തനിക്കൊന്നറിയാം, എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രവാസത്തിൽ ഞാൻ ആയിരിക്കുന്നെങ്കിൽ അതിനെന്നെ അനുവദിച്ചൊരു ദൈവമുണ്ട്, എന്നെ ഇവിടെ ആക്കിയൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ഓരോരുത്തരും നിങ്ങൾ ആക്കിയിരിക്കുന്ന ഇടത്ത്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ആയിരിക്കുമ്പോൾ മുൻപോട്ട് പോകാൻ കഴിയാത്ത വലിയ മാർഗ തടസ്സങ്ങൾ നിനക്ക് മുൻപിൽ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം നീ പറ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എനിക്ക് മുൻപിൽ നിൽക്കുന്ന മാർഗ തടസ്സമായിട്ടുള്ളതിനെ അവൻ മാറ്റിത്തരുവാൻ, നീക്കിത്തരുവാൻ ശക്തനായൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മാർഗ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ചില അന്ധകാരത്തിന്റെ വെല്ലുവിളികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ ഓർപ്പിച്ചു. പടകിന് നേരെ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു വരികയാണ്. വെള്ളം തള്ളി സ്തോത്രം എന്ത് ചെയ്യുകയാണ്, വള്ളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവരുടെ പടക് മുങ്ങുമാറായിട്ടുണ്ട്. ആ മുങ്ങുമാറാക്കുന്ന പടകിന്റെ അമരത്ത് ഗുരു തല വെച്ച് ഉറങ്ങുകയാണ്. അപ്പൊ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പടകിന്റെ അമരം എന്ന് പറയുന്നത് അവിടെയാണ് കാറ്റ് ശക്തിയോടെ ആഞ്ഞടിക്കുന്നത്, അവിടെയാണ് ശത്രു അല്ലെങ്കിൽ കാറ്റ് അമരത്തെയാണ് ലക്ഷ്യമാക്കുന്നത്. ആ കാറ്റടിക്കുന്ന ഇടത്താണ് ഗുരു തല വെച്ച് കിടന്നുറങ്ങുന്നത്. ശിഷ്യന്മാർ പറയുകയാണ്, ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ഗുരുവിനെ തട്ടിയുണർത്തി യേശു എന്താ ചെയ്തെന്നറിയാമോ? വെള്ളത്തെ അല്ല ആദ്യം ശാസിച്ചത്, ആ വെള്ളത്തെ വള്ളത്തിലേക്ക് അടുപ്പിക്കുന്ന, മുക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാറ്റ് അതിന്റെ പുറകിലുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിന് നേരെ അടിക്കുന്ന വിഷയങ്ങളുടെ പുറകിൽ ഒരു കാറ്റുണ്ട്. നിന്റെ ഭാവി ജീവിതത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന ശത്രുവിന്റെ ഒരു കരം അതിന്റെ പിന്നിലുണ്ട്. നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, എന്ന പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിനക്കെതിരെ ആദരിക്കുന്ന ഒരു കൊടുങ്കാറ്റുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമൻ ആ കാറ്റിനെയാണ് യേശു കർത്താവ് ആദ്യം ആമൻ അടങ്ങാൻ കൽപ്പിച്ചത്. യേശു ഉണർന്ന് കാറ്റിനോട് പറയുകയാണ്, നീ ഒന്ന് അടങ്ങാൻ വേണ്ടി പറഞ്ഞു. ഈ വെള്ളത്തെ തിരതല്ലിപ്പിക്കുന്ന, ഈ വെള്ളത്തെ വള്ളത്തിലേക്ക് തള്ളിക്കയറ്റുന്ന, പടകിനെ മുക്കുന്ന, ഇതിന്റെ പുറകിലിരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് യേശു ആ കാറ്റിനോട് ആമൻ അടങ്ങാൻ പറഞ്ഞു. കാറ്റടങ്ങി, കടൽ ശാന്തമായി. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നവർ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്, ആമൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം. യോഹന്നാനും ദൈവം ചില രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. ആമെ വായിച്ചാട്ടെ 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യങ്ങൾ. 1 പത്രോസിന്റെ 2 പത്രോസ് 1-ന്റെ 19, 20, 21. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ, ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. നന്ന്. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. ശ്രദ്ധിച്ച് തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ആദ്യം നമ്മൾ ഇത് അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ തിരുവചനത്തിന്റെ വ്യാഖ്യാനങ്ങളോ ഇതിലടങ്ങിയിരിക്കുന്ന പ്രവചനങ്ങളോ മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നയൊന്നല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്കിതെല്ലാം ഒന്നും ഇഷ്ടപ്പെടണമെന്നുമില്ല. ആമേൻ. നമ്മുടെ പ്രസംഗങ്ങളും ആമേൻ ചിലപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ആമേൻ. ഒരു കുട്ടി എല്ലാ വിഷയത്തിനും ജയിച്ചു, പക്ഷെ ഒരു വിഷയത്തിന് എന്ത് ചെയ്തു? തോറ്റുപോയി. ആമേൻ. പേരൻസും ടീച്ചേഴ്സും ഒക്കെ അതിനെക്കുറിച്ച് ഒന്ന് ആരാഞ്ഞു പഠിച്ചപ്പോൾ മനസ്സിലായത്, സ്നേഹത്തോടുകൂടി ആ കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് കുട്ടിയോട് ചോദിച്ചു, മോളെ, നിനക്ക് മറ്റെല്ലാ വിഷയത്തിനും മാർക്കുണ്ടല്ലോ, നീ നന്നായിട്ട് പാസ്സായല്ലോ, പക്ഷെ കണക്കിന് നീ തോറ്റുപോയല്ലോ, എന്താ നിനക്ക് പറ്റിയത്? അവൾ സങ്കടത്തോടുകൂടിയാണെങ്കിലും പറയാൻ മടിച്ചിട്ടാണെങ്കിലും അവൾ പറഞ്ഞു, എനിക്ക് കണക്ക് പഠിപ്പിക്കുന്ന സാറിനെ അത്ര ഇഷ്ടമല്ല. ആമൻ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ടോ? ആമൻ. കണക്ക് പഠിപ്പിക്കുന്ന സാറിനെ ഇഷ്ടമല്ലാതെ വന്നപ്പോൾ കണക്കെന്ന് പറയുന്ന വിഷയത്തിൽ അവൾ എന്ത് ചെയ്തു? തോറ്റുപോകുവാനിടയായി തീർന്നു. ഒരു കാര്യം ഞാൻ പറയാം, ആമൻ. വചനം നല്ലതാണ്. ആമൻ. വചനം അതിന്റെ മാധുര്യത്തിൽ പ്രവർത്തിക്കും. പക്ഷേ തിരുവചനം പറയുന്നവരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാ, ആമൻ. വചനത്തെ ഇഷ്ടപ്പെടണമെങ്കിൽ പറയുന്നവരെ ആദ്യം ഇഷ്ടപ്പെടണം. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ആമൻ. ഇന്ന് പകൽക്കാലം ഈ തിരുവചനത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. ആമൻ. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ സംഭവിക്കാനിരിക്കുന്നത് തന്റെ ദാസന്മാരെ ദൈവം ഒന്നും വെളിപ്പെടുത്താതെ എന്ത് ചെയ്യുന്നില്ല? ഒന്നും ചെയ്യുന്നില്ല. ആമോസിലും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമുക്കത് കാണുവാൻ വേണ്ടി കഴിഞ്ഞു. സ്തോത്ര. എഴുതിയ കാലം സഭയെ കുറിച്ച് ആണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. സഭയുടെ ഉൽപ്രാവണം, അനന്തരഭാവി, പ്രതിഫലം, വിവാഹം എന്നിത്യാദി കാര്യങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണ്? ദൈവസഭയ്ക്കുണ്ടാകാൻ പോകുന്ന അനന്തരഭാവിയെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പ്രതിപാദിക്കുന്നു. അവിടെ നിന്നുണ്ടാകുന്ന പ്രതിഫലത്തെ കുറിച്ചും വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. അതിനുശേഷമായിട്ട് ഒരു വിവാഹം നടക്കാൻ പോവുകയാണ്. ആ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്നും നമുക്ക് ഈ ഭാഗത്ത് പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പൊ ഇവിടെ നാം കാണുന്നത് സഭയെ കുറിച്ച്, 7 സഭയെ കുറിച്ചും സഭയുടെ നിലവാരത്തെ പറ്റിയുമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. 2 സഭയുടെ ഉൽപ്രാവണം, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞ അനന്തരഭാവി, പ്രതിഫലം, കുഞ്ഞാടിന്റെ കല്യാണം. 3
ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ, ഈ AC ആരെല്ലാം ഓഫാക്കിയിട്ട് ആരെങ്കിലും ഒന്ന് ഓണാക്കിയാട്ടെ, ഏതെങ്കിലും ഒന്ന് ഓണാക്കിയാട്ടെ, അല്ലെങ്കിൽ നല്ല ചൂടാണ്. സ്വതന്ത്രം. അപ്പൊ നോക്കിയേ, ആമൻ ലോകത്തിൽ സംഭവിപ്പാനുള്ളത് എന്താണെന്നറിയാമോ? ലോകത്തിൽ സംഭവിപ്പാനുള്ളത് മഹോദ്രവം, ഗോഗ മാഗോഗ് യുദ്ധം, യഹോശാഫാത്ത് ഹർമഗദോൻ യുദ്ധം, മൂന്നാം ലോക മഹായുദ്ധം. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും വെളിപ്പാട് പുസ്തക കർത്താവ് യോഹന്നാൻ അപ്പോസ്തലൻ എന്ത് ചെയ്തിരിക്കുക? ഇവിടെ എഴുതി വെച്ചിരിക്കുക. എന്തൊക്കെയൊന്ന് പറഞ്ഞാട്ടെ. ഹർമഗദോൻ യുദ്ധം, പിന്നെ മഹോദരവ കാലഘട്ടം, പിന്നെ ഗോഗ് മാഗോഗ് യുദ്ധം. സ്വതന്ത്രം. ഞാൻ സ്പീഡ് കുറയ്ക്കുന്നു. സ്വതന്ത്രം. അപ്പൊ നോക്കി, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നതാണ്. ഇനിയും കർത്തൃ ദിവസം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്ത് ദിവസമാണ് കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ? ഏത് ദിവസമാണ്? ഉയർപ്പിന്റെ ദിനം. സ്വതന്ത്രം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം. കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ ഉയർപ്പിന്റെ ദിനമാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുന്നത്. ഈ ആളുകൾ സാധാരണ പറയാറുണ്ട്, വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നവരെയും പഠിക്കാനിരിക്കുന്നവരെയും ഒക്കെ ശത്രു എന്ത് ചെയ്യും? ആമേൻ. പോരാട്ടം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് നമ്മുടെ ക്ലാസിന്റെ നടുവിൽ പോരാട്ടം ഉണ്ടാകരുത്. ഹല്ലേലൂയ. അപ്പൊ നോക്കി, എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം. കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ ഉയർപ്പിന്റെ ദിനമാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ നോക്കി, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവനോട് സംഭാഷിച്ച് പാതിരാ വരെയും പ്രസംഗം നീട്ടി. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം. അതാണ് ഏത് ദിവസം? അതിനാ നമ്മളത് വായിപ്പിച്ചത്. കർത്തൃ ദിവസം. അപ്പൊ കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസമല്ല. പിന്നെയോ ഉയർപ്പിന്റെ ദിനമാണ്. ആ ഉയർപ്പിന്റെ ദിനമാണ് നമ്മൾ ആരാധിക്കുന്ന ഞായറാഴ്ച ദിവസം. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ തോറും അവരെന്താ ചെയ്തു വന്നത്? അപ്പം നുറുക്കുവാൻ കൂടി വന്നു. അപ്പൊ കൂടി വരുമ്പോഴൊക്കെയും അപ്പം നുറുക്കുന്നത് തെറ്റൊന്നുമല്ല. പിന്നെന്താ മാസത്തിൽ ഒന്ന് നടത്തുന്നത്. നമ്മൾ കുറെ പ്രോഗ്രാമുകളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം ബാലൻസ് ചെയ്ത് പോകുന്നോണ്ടാ എല്ലാ ഞായറാഴ്ചയും അപ്പം നുറുക്കുന്ന എന്തല്ല, തെറ്റല്ല. പിന്നെ ചിലര് പഠിപ്പിക്കാറുണ്ട് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. കഴിഞ്ഞ ദിവസം നടന്ന, കഴിഞ്ഞ മാസത്തെയാണോ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സ്നാനം ഉണ്ടായിരുന്നു. ആ സ്നാനത്തിന് കർത്തൃമേശ ഉണ്ടായിരുന്നു. അപ്പൊ വെള്ളയൊക്കെ ഇട്ട് വന്ന ഒരു അച്ചായൻ കർത്തൃമേശ എടുത്തില്ല. അപ്പൊ കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്താ അച്ഛാ കർത്തൃമേശ എടുക്കാഞ്ഞ്? അപ്പൊ പുള്ളി പറഞ്ഞു, ഉപവസിച്ച് പ്രാർത്ഥിച്ച് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് എന്ത് ചെയ്യുള്ളൂ, എടുക്കുള്ളൂ. കർത്താവ് വരാമെന്ന് പറഞ്ഞത് സ്തോത്രം എപ്പോൾ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോ 3 ദിവസം ഒന്ന് ഉപവസിച്ച് ഒരുങ്ങാനൊന്നും നേരം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ആരായിരിക്കണോ? ഒരുക്കമുള്ളവരായിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് തിരുവചനം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മുൻപേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. എത്ര നേരം കൊണ്ടാ? ഞൊടിയിടയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാ. ഒന്ന് ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നോക്കിയേ, ഇവിടെ പറയുകയാണ് കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ആത്മവിവശതയിലായി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിലായി. ആത്മവിവശതയിലായി
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആത്മാവിന്റെ നിയന്ത്രണത്തിലായി. ദൈവമക്കൾ ആരുടെ നിയന്ത്രണത്തിലാകണം? ആത്മാവിന്റെ നിയന്ത്രണത്തിലാകണം. ഞാൻ പറയുന്നില്ല, സ്തോത്രം. നമ്മൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലാകണം. ആരാധനയിൽ നമ്മൾ ആരായിരിക്കണോ? ആത്മാവിന്റെ നിയന്ത്രണത്തിലാകണം. പ്രാർത്ഥനയിൽ നമ്മൾ ആരായിരിക്കണം? ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാ സംഭവിക്കുന്നത്? പൗലോസ് പറയുകയാണ്, എനിക്ക് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ അറിയാം, ബുദ്ധി കൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാം, പക്ഷെ ആത്മാവിൽ എനിക്കിത് ചെയ്യാൻ അറിയാം. ആത്മാവിൽ ചെയ്യുന്നതിലാണ് വിടുതലുള്ളത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മളെ ഒന്ന് ചലിപ്പിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കഴിയുകയുള്ളൂ. പാസ്റ്ററേക്കാൾ മിടുക്കന്മാരുടെ അടുക്കൽ ഞങ്ങൾ പോയിട്ടുള്ളവരാ. പാസ്റ്ററേക്കാൾ മിടുക്കന്മാരുടെ കൈക്കീഴിൽ ഞങ്ങൾ ഇരുന്നിട്ടുള്ളതാ. എന്നിട്ട് ഞങ്ങളെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം, പാസ്റ്റർമാരുടെ മിടുക്ക് കൊണ്ട് നമ്മളെ ചലിപ്പിക്കാൻ കഴിയത്തില്ല. മറ്റാരുടെയും മിടുക്ക് കൊണ്ട് നമ്മളെ ചലിപ്പിക്കാൻ കഴിയത്തില്ല. ചലിപ്പിക്കാൻ കഴിവുള്ള ഒന്നിനെ ഞാൻ പരിചയപ്പെടുത്താം. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽക്കാലം അതിന്റെ നിയന്ത്രണത്തിലായാൽ നിന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ നിയന്ത്രണം നമ്മൾ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കണം. ഒരു മനുഷ്യൻ രാത്രി മുഴുവനും ആ പടകിൽ കിടന്ന് തുഴയുകയാ. തുഴഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പടക് നീങ്ങുന്നില്ല. പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത് അദ്ദേഹം എന്താണിത് സംഭവിച്ചതെന്ന് നോക്കിയപ്പോൾ ആ മനുഷ്യന് കാണാൻ കഴിഞ്ഞത് കരയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കയർ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? അഴിച്ചു കളഞ്ഞിട്ടില്ല. ആ രാത്രി മുഴുവനും അദ്ദേഹം തുഴഞ്ഞത് വ്യർത്ഥമായി മാറി, വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറി. എന്താ കാരണം? ആ പടകിനെ ബന്ധിച്ചിട്ടുള്ള ഒരു കയറുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം പറയാ, ചില കയറുകൾ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാ. ചില അന്ധകാരത്തിന്റെ കയറുകൾ, ചില പാരമ്പര്യത്തിന്റെ കയറുകൾ, നിന്നെ നശിപ്പിക്കുവാനുള്ള ചില ദുഷ്ടന്റെ കയറുകൾ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നത് ഇന്ന് പകൽക്കാലം അത് അഴിഞ്ഞു മാറണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്നോട് പിണങ്ങിയിട്ടോ, എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ, എന്നെ വഴക്ക് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. തിരുവചനത്തിന്റെ നഗ്ന സത്യങ്ങളാണ് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നത്. ആത്മാവിന്റെ നിയന്ത്രണത്തിലാകുക. ആത്മവിവശതയിലായെന്ന് പറഞ്ഞാൽ യോഹന്നാൻ അപ്പോസ്തലൻ ആരായെന്നാണ് അതിന്റെ അർത്ഥം? ആത്മാവിന്റെ നിയന്ത്രണത്തിലായി. ആത്മാവിന്റെ നിയന്ത്രണത്തിലാകാൻ യോഹന്നാൻ അപ്പോസ്തലന് അവിടെ ആളുകളെ വേണ്ടായിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമല്ലായിരുന്നു. പക്ഷെ സ്ഥലവും തനിക്ക് അനുകൂലമല്ലായിരുന്നു. ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഒരു മനുഷ്യൻ ആത്മനിയന്ത്രണത്തിലാകണമെങ്കിൽ ഇതൊന്നും തനിക്ക് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ കാണുന്നത് 7 സഭകൾക്കും എഴുതുക. യോഹന്നാൻ അപ്പോസ്തലനോട് ആത്മനിയന്ത്രണത്തിലായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ കാണുന്നതൊക്കെയും 7 സഭകൾക്ക് നീ എന്ത് ചെയ്യുക? എഴുതാൻ വേണ്ടി പറഞ്ഞു. സ്തോത്രം. എത്ര സഭയ്ക്കാ ലിവിന്? എത്ര? 7 സഭയ്ക്ക്. ലിവിൻ പറയുന്ന 7 സഭയ്ക്കാന്ന്. ലിവോണ എത്ര സഭയ്ക്കാ? എത്ര സഭയ്ക്കാ? 7 സഭയ്ക്ക്. സ്തോത്രം. 7 സഭയ്ക്ക് ദൂതെഴുതാൻ പറയുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആത്മനിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ നിന്റെ നാവിലൂടെ ചില പാട്ടുകൾ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. പുതിയ അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. മടുത്തു പോകുന്നുണ്ടെങ്കിൽ, ക്ഷീണിച്ചു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണോ, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? എത്തിയില്ല എന്നുള്ളതാണ്. ഏഷ്യ മൈനർ ഇന്നത്തെ ടർക്കി എന്ന പേരിൽ അറിയപ്പെടുകയാണ്. ഏഷ്യ മൈനറിനെ ഇന്ന് ടർക്കി എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അത് അറിയുകയാണ്. നിലവിളക്കിനെ കുറിച്ച് സെക്കരിയാവ് എന്നെടുത്താട്ടെ. സെക്കരിയാവ് 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യവും
വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം കൂടി വായിക്കണം. നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചു. നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് സെഖര്യാവിനോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും ഞാൻ പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കിലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലതുഭാഗത്ത് ഒന്നും ഇടതുഭാഗത്ത് ഒന്നും ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. സെഖര്യാവ് കാണുന്ന ചില മർമ്മങ്ങളെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് 1:20 അത് തന്നെയാണ് നമ്മൾ വായിച്ചത്. നിലവിളക്കും നക്ഷത്രവും പിടിച്ചിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ ആരെ കണ്ടു? കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു. ഈ നക്ഷത്രം എന്തിനെ കാണിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞത്. നക്ഷത്രം സഭകളോടുള്ള ദൂതുകൾ. നിലവിളക്ക് എന്തിനെ കാണിക്കുന്നു? ഈ 7 സഭകളെ കാണിക്കുന്നു. അപ്പൊ നോക്കിയേ, ഈ നിലയങ്കി എന്ന് പറയുന്ന നിലവിളക്ക്, നിലയങ്കി, മാറത്ത് പൊൻകച്ച. അപ്പൊ യോഹന്നാൻ യേശു കർത്താവിനെ കാണുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്? നിലവിളക്ക്, നിലയങ്കി, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. ശുശ്രൂഷകൻ എന്ന നിലയിൽ അരയിലാണ് മഹാപുരോഹിതൻ നടുക്കച്ച കെട്ടുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കർത്താവ് പൊൻകച്ച കെട്ടിയിരിക്കുന്നത് മാറത്താകുന്നു. ഇത് ന്യായാധിപ ഉദ്യോഗത്തിന്റെ സ്ഥാനചിഹ്നത്തെയാണ് ഇത് കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മാറത്ത് പൊൻകച്ച കെട്ടിയ ദൂതന്മാരെ നമുക്ക് 15-ന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കേണ്ട കാണാം. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ 6:2 അതൊന്നെടുത്ത് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 6:2-ാമത്തെയും 3-ാമത്തെയും വാക്യം. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? നോക്കിയ, വിശുദ്ധന്മാർ ആരെ വിധിക്കും? ലോകത്തെ വിധിക്കും. വിശുദ്ധന്മാർ ആരെ വിധിക്കുമെന്നാ? ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ അറിയുന്നില്ലയോ? 3-ാമത്തെ വാക്യം വായിച്ചോ? വായിച്ചോ. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നാം ദൂതന്മാരെ കൂടെ വിധിക്കുന്നവരാണ് ആര്? വിശുദ്ധന്മാർ. നിൽക്കുന്നിട്ട് ഒരു സന്തോഷമില്ലേ? സ്വതന്ത്രം. ദൈവസഭയ്ക്കാണ് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത്. ലോകത്തെ വിധിക്കും. ആര് വിധിക്കും? വിശുദ്ധന്മാർ വിധിക്കുമെന്ന്. അടുത്ത 3-ാമത്തെ വാക്യം ജൻസി ഒന്നുകൂടി വായിച്ചാട്ടെ. പിന്നെ ആരെ വിധിക്കും? ദൂതന്മാരെ വിധിക്കും. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം. ചേർന്ന് പാടാം. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. അനുദിനമെനിക്കവൻ ദൂതഗണം, അനുദിനമെനിക്കവൻ നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിടുന്നു. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. അപ്പൊ ദൂതർക്കും കൊടുക്കാത്തൊരു അവകാശമാണ് വിശുദ്ധന്മാർക്ക് ദൈവം തന്നിരിക്കുന്നത്. ദൈവമക്കൾ മനസ്സിലാക്കണം. വിശുദ്ധന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ് 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3-4 നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. വിശുദ്ധന്മാർ ലോകത്തെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. അത് സംഭവിക്കാൻ പോകുന്നതാണ്. അടുത്ത് പറയുകയാണ്, ദൂതന്മാരെയും ആര് വിധിക്കും? വിശുദ്ധന്മാർ വിധിക്കും. പാട്ടുകാരൻ പാടിയത് എങ്ങനെയാണ്? ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിക്കാനുള്ള ഭാഗ്യം ആർക്കാ തന്നത്? എനിക്കാ തന്നത്. ഒന്ന് പറഞ്ഞാട്ടെ, നെഞ്ചോട് കൈ ഒന്ന് വെക്കാമോ? വലത് കൈക്ക് ആർക്കും കുഴപ്പമില്ല, എല്ലാരും കൈ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നെഞ്ചോട് കര ഒന്ന് വെച്ചിട്ടൊന്ന് പറഞ്ഞേ, ഈ ദൂതറിയിക്കാനുള്ള ഭാഗ്യം ദൂതന്മാർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ആ ഭാഗ്യം എനിക്ക് ദൈവം തന്നതോർത്ത് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ
വിശുദ്ധന്മാരോടുള്ള ദൈവത്തിന്റെ കരുണ എത്ര വലിയതാണ്. സ്തോത്രം. അപ്പോൾ നോക്കിയേ, ഇവിടെ പറയുകയാണ് ദൂതർക്കും ലഭിക്കാത്ത ആ ഭാഗ്യം നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നു. നിങ്ങൾ അകത്തുള്ളവരെയോ വിധിക്കുന്നത്. 1 കൊരിന്ത്യർ 5:12 വാക്യം. 1 കൊരിന്ത്യർ 5:12. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? നോക്കിയേ, 5:12 വാക്യമാണ്. പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്ക് എന്ത് കാര്യം? നോക്കിയേ, പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്ക് എന്ത് കാര്യം? വിവരിക്കാം. അടുത്ത കൂടി വായിച്ചു. നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. നോക്കിക്കേ, അപ്പൊ വിധിക്കുവാനുള്ള പ്രമാണം ആർക്കില്ല? സ്വോത്രം. വിധിക്കുന്നതായാണ് സർവശക്തനാകുന്ന ദൈവമാണ്. Praise the Lord. നമ്മൾ അന്യോന്യം വിധിക്കുകയല്ല, മറിച്ച് ദൈവമാണ് നമ്മളെ വിധിക്കുന്നത്. സ്തോത്രം. ഞാൻ ആ ഭാഗത്ത് നിന്ന് മടങ്ങി വരട്ടെ. നോക്കി, അവന്റെ തലയും തലമുടിയും 1:14. വെളിപ്പാട് പുസ്തകം 1:14 വാക്യം. അവന്റെ തലയും തലമുടിയും നോക്കിയേ, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമാകുന്നു. നോക്കിക്കേ, കർത്താവിന്റെ പ്രത്യേകതകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? അവന്റെ എന്ന് പറഞ്ഞ യേശുവിന്റെ പുരാതനത്വത്തെയും വിശുദ്ധിയുടെ മഹിമയെയും തന്റെ ജ്ഞാനത്തെയും അഗാധമായ അനുഭവ പരിചയങ്ങളെയും സൂചിപ്പിക്കുകയാണ്. വെളുത്ത മുടി എന്നത് പാപമില്ലായ്മയെ കാണിക്കുകയാണ്. വെളുത്ത മുടി എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ പാപമില്ലായ്മയെ കാണിക്കുന്ന ഒന്നാണ്. സ്തോത്രം. വേദപുസ്തകത്തിലെ ഓരോ വാക്യത്തിനും ഓരോ വാക്കുകൾക്കും ആത്മീകമായ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ വായിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ, അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഒന്ന് പ്രാർത്ഥനയോടുകൂടി ഇതിനെ സമീപിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയുമായി പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, ഞാൻ 47 പ്രാവശ്യം ബൈബിള് വായിച്ചു കഴിഞ്ഞു. എത്ര പ്രാവശ്യമാ? സ്തോത്രം. ഒരു പ്രാവശ്യം പോലും ഇത് വായിച്ചു തീർക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, ഇനിയും പറയുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക? വായിച്ചു തുടങ്ങാൻ. ഇന്ന് ഓഗസ്റ്റ് മാസം 2-ാം തീയതി 2026. പ്രായം 90ആയി, പ്രായം 80ആയി, പ്രായം 70ആയി, 60ആയി, 50ആയി, 40ആയി. ഇനിയും ജീവിച്ച അത്രയും നമ്മൾ ആരും എന്ത് ചെയ്യത്തില്ല? ജീവിക്കത്തില്ല. ജീവിക്കുകയാണെങ്കിൽ ഭാഗ്യം. സ്തോത്രം. മരിക്കുന്നതിന് മുൻപേ ബൈബിള് മൊത്തം വായിച്ച് തീർക്കാനുള്ള കൃപ ദൈവമേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പോകണം. സ്തോത്രം. നോക്കിയേ, അപ്പൊ ഇവിടെ പറയുകയാണ്, അവന്റെ തലയും തലമുടിയും വെളുത്തത് എന്നുദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പാപമില്ലായ്മയെ എന്ത് ചെയ്യുകയാണ്? കാണിക്കുന്നതാണ്. 3:45 ഞാൻ നടത്താം. സ്തോത്രം. അവന്റെ കണ്ണുകൾ അവിടെ പറയുകയാണ്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ. യേശുക്രിസ്തുവിന്റെ കണ്ണുകളുടെ പ്രത്യേകത അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ. പക്ഷേ ഈ കണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്ക് മുൻപിൽ പോയി യേശു കണ്ണുനീർ വാർക്കുവാനിടയായി തീർന്നു. ഈ കണ്ണിന്റെ പ്രത്യേകത, നിന്നെ കാണുന്ന കണ്ണാണ് യേശുവിന്റെ കണ്ണ്. നിന്നെ അറിയുന്ന കണ്ണാണ് യേശുവിന്റെ കണ്ണ്. നിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ് യേശുവിന്റെ കണ്ണ്. സ്തോത്രം. ക്രൂശിൽ വെച്ച് രക്തമണിഞ്ഞതും കുഴിഞ്ഞതുമായ കണ്ണുകൾ യേശുവിനുണ്ടായിരുന്നു. സ്തോത്രം. ഇങ്ങനെയാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം എന്ത് ചെയ്തു? ആഞ്ഞടിച്ചു. ചരിത്ര പണ്ഡിതന്മാർ ചരിത്രത്തിൽ പറയുന്നത്, കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, യേശുവിന്റെ കണ്ണിൽ കൂടെ
ഈ കാട്ടുമുൾക്കിരീടം തലയിൽ ആ ശിരസിൽ അടിച്ചപ്പോൾ ആമൻ ഒരു മുള്ള് യേശുവിന്റെ കണ്ണിൽ കൂടെ തുളച്ചിറങ്ങുവാനിടയായി തീർന്നു. ആ കൺമണി പുറത്തേക്ക് ആമൻ തള്ളി നിൽക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് യേശു വിരൂപമാക്കപ്പെട്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, രോമം കത്രിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ യേശു എന്ത് ചെയ്തു? മിണ്ടാതെ ഇരുന്നു. ഒരു മാംസകഷ്ണത്തിന് തുല്യമായി ആര് മാറി? യേശു കർത്താവ് മാറുവാനിടയായി തീർന്നു. അവന്റെ കൈകാലുകൾ, യേശുവിന്റെ കൈകൾ, യേശുവിന്റെ കാലുകൾ, യേശുവിന്റെ ശിരസ് രക്തം കൊണ്ട് നിറയുവാനിടയായി തീർന്നു. ഇരുമ്പാണികൾ കൊണ്ട് ആഞ്ഞടിച്ച് ആ ക്രൂശിന്മേൽ ആകാശത്തിനും ഭൂമിക്കും നടുവിലായി തന്റെ ഭാരമല്ല ആ തിരുക്കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ടുന്ന ജീവനും മരണത്തോടും മല്ലടിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ ഈ കർത്താവ് പറഞ്ഞു, കർത്താവേ സ്തോത്ര, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് പറയുകയാണ്, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ ഈ ക്രൂശിൽ സംഭവിക്കട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, പല സന്ദർഭങ്ങളിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ യേശുവിനോട് പരാതി പറയുന്നവരാണ്, പരിഭവങ്ങൾ പറയുന്നവരാണ്. യേശുവിനെ താങ്ങുവാൻ കഴിയാത്ത ആ വേദന ജനമൊന്ന് അറിയത്തക്കവണ്ണം യേശു പറയുകയാണ്, ഇത് എങ്കിൽ നിന്ന് നീക്കണമേ, പക്ഷേ അത് എന്റെ ഇഷ്ടം നിറവേറരുത്. എന്റെ ഇഷ്ടമല്ല ദൈവമേ, അങ്ങയുടെ ഇഷ്ടമാണ് എന്നിൽ നിറവേറേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തന്നെ സമർപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. തനിക്ക് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. യേശുവിന്റെ കണ്ണുകൾ എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നേ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ. 4:12 എബ്രായർ 4:12 ഇങ്ങനെയാണ് പറയുന്നത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. ദൈവത്തിന്റെ വചനം എന്തുണ്ട്? ജീവനുള്ളതാണ്. നമ്മളൊരു ജീവനില്ലാത്ത പോലെ ചിലപ്പോ ആരാധനിക്കുന്നതിന്. ശരി, അതിനാരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ദൈവസന്നദ്ധിയിൽ ഇരുന്ന് ഒന്ന് ആരാധിച്ച് ബലപ്പെട്ട് വചനമൊക്കെ കേട്ട് നമ്മൾ എന്ത് ചെയ്യും? ജീവൻ പ്രാപിക്കും. എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം എന്താണ്? ജീവനുള്ളതാണ്. അത് മാത്രമാണോ? അത് ചൈതന്യമുണ്ടാക്കുന്നതാണ്. സ്തോത്രം. നമ്മൾ പറയത്തില്ല, ഇന്ന് അച്ഛന്റെ മുഖത്ത് നല്ല പ്രകാശമാണല്ലോ, ഇന്ന് അമ്മാമ്മയുടെ മുഖത്ത് നല്ല പ്രകാശമാണല്ലോ. എന്താ? ഒരു ചൈതന്യം. സ്തോത്രം. ആമേൻ. നമ്മുടെ മുഖത്തിന്റെ കണ്ണാടി എങ്ങനെ? ഹൃദയത്തിന്റെ കണ്ണാടി മുഖം. നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ മുഖം. 24 മണിക്കൂറും പ്രകാശിക്കണമെന്നില്ല. സ്തോത്രം. നമ്മൾ മനുഷ്യന്മാരല്ലേ. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പ്രകാശിച്ചുകൂടെ? എന്റെ ഒരു ചോദ്യമാണ്. സ്തോത്രം. നോക്കിയേ, അപ്പൊ ഇവിടെ പറയണ ദൈവത്തിന്റെ വചനം, അതിനെന്തുണ്ട്? ജീവനുണ്ട്. 2 ചൈതന്യമുണ്ട്. അടുത്തത് ഇരുവായ്ത്തലയുള്ള. നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന കത്തിക്ക് ഒരു വായ്ത്തലയുണ്ട്. എന്താ ഈ ഒരു വായ്ത്തല വെക്കുന്നത്? അല്ലെങ്കിൽ അപകടമാണ് അല്ലേ? ഒരു തല മൂർച്ചയുള്ളതുകൊണ്ട് ആ മറുതല മൂർച്ച ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിടിച്ചെന്ത് ചെയ്യുന്നത്? സ്വത്രം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കൈ മുറിയും. ബ്ലേഡ്, അതിന് ഇരുവായ്ത്തലുണ്ട്. പക്ഷെ അത് സൂക്ഷിച്ചെന്ത് ചെയ്യണം? അവിടെ മുറിക്കും. അപ്പൊ വചനത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുകയാണ്, തിരുവചനം ഇരുവായ്ത്തലയുള്ള വാളാണ് എന്ന് പറഞ്ഞ ഇത് അവിടെയും വെട്ടും ഇവിടെയും വെട്ടും. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വചനം ചിലത് നമ്മളെ കീറുന്നത്, ഓപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത, ഈ ഓപ്പറേഷൻ ചെയ്താലും അതിന് ചോര വരുത്തും. ബ്ലഡ് വരാതെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനമാകുന്ന വാള്. പിതാവാകുന്ന ദൈവം ഏദൻ പറുദീസയിൽ ആരെ ഓപ്പറേഷൻ ചെയ്തു? ഒന്ന് പറഞ്ഞാട്ടെ.
ആദമിനെ ഓപ്പറേഷൻ ചെയ്തു. അവൻ എന്ത് കൊടുത്തിട്ടാ? ഗാഢനിദ്ര കൊടുത്തു. ശരിയല്ലേ? ഇന്നൊരു ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ആദ്യം എന്താ കൊടുക്കുന്നത്? അനസ്തേഷ്യ കൊടുക്കും. അതെന്തിനുള്ളതാ? നല്ല ഉറക്കത്തിന് വേണ്ടി. ശരിയല്ലേ ജോമോന്? ഓപ്പറേഷൻ ചെയ്ത് അവരെന്ത് ചെയ്തു? അനസ്തേഷ്യൊക്കെ തന്ന് ആള് നന്നായി ഉറങ്ങുന്നു. ഇനിയും ഓപ്പറേഷൻ ചെയ്താൽ ആൾ അറിയത്തില്ല എന്ന് ബോധ്യപ്പെടുമാറാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. ഇതാരാ കണ്ടുപിടിച്ചേ? ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ. ഇത് ദൈവം കണ്ടുപിടിച്ചതാ. ഇന്ന് അനസ്തേഷ്യയുടെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാരൊക്കെ ഉണ്ട്. സ്തോത്രം. ആമൻ. ഇത് കണ്ടുപിടിച്ചത് സർവശക്തനാകുന്ന ദൈവമാണ്. അങ്ങനെ ആദമിന് ഗാഢനിദ്ര കൊടുത്തു കഴിഞ്ഞ് തമ്പുരാൻ ഓപ്പറേഷൻ ചെയ്തു. എന്താ എടുത്ത്? വാരിയെല്ലെടുത്തു. ഒന്നാർക്ക് കുറവാ? ഒന്നാർക്ക് കൂടുതലാ? ഹല്ലേലൂയ. നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാനല്ല പറഞ്ഞു. സ്തോത്രം. അപ്പൊ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, എല്ലുകൊണ്ട് സ്ത്രീയെ ഉണ്ടാക്കി. ഇത്രയേ ഉള്ളൂ. സാധാരണ വിവാഹ വേദികളിൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, മണ്ണ് വെള്ളത്തിലിട്ടാൽ എന്ത് ചെയ്യും? അലിയും. ശരിയല്ലേ? എല്ല് വെള്ളത്തിലിട്ടാൽ അതിന് ഇച്ചിരി ബലം കൂടും. സ്തോത്രം. അതുകൊണ്ട് ഏത് കൊമ്പമേശയുള്ള അച്ചായന്മാരാണെങ്കിലും അവര് പെട്ടെന്ന് അലിയുന്നവരാ. നമ്മുടെ പിള്ളേർ സാക്ഷി. സ്തോത്രം. എന്നാൽ എല്ലെന്ത് ചെയ്യും? പെയ്ത മഴ നിന്നാലും ഇച്ചിരി നേരം എന്ത് ചെയ്തോണ്ടിരിക്കും? ചോർന്നോണ്ടിരിക്കും. മഴ നിന്നാലും ഇച്ചിരി നേരം എന്ത് ചെയ്യും? നിങ്ങൾക്ക് കാര്യം മനസ്സിലായനായി. സ്തോത്രം. അപ്പൊ നോക്കി, ഇവിടെ പറയുകയാണ്, മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുണ്ടെന്നുള്ളതിന്റെ തെളിവെന്താ? നമ്മൾ എത്ര പുറകിലിരുന്നാലും, എത്ര നടുവിലിരുന്നാലും, എത്ര മുന്നിലിരുന്നാലും പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം ചിലരെ എന്ത് ചെയ്യും? അപ്പൊ പറയുന്നത് പാസ്റ്റ് എനിക്കിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് പാസ്റ്റ് എനിക്കിട്ട് തന്നയല്ല, തിരുവചനം നിന്നെ തൊട്ടതാണ്. അതാ അതിന്റെ തെളിവ്. പക്ഷെ ഇതിനോട് എന്ത് ചെയ്യരുത്? മറുതലിക്കരുത്. ഇതിനോട് മറുതലിക്കരുത്. സ്തോത്രം. ഞാൻ ആ ഭാഗം വിടുകയാ. അപ്പൊ വായിച്ചാട്ടെ. 12 നമ്മൾ വായിക്കുന്നത്. ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കുന്നിടം വരെ തുളച്ചു ചെല്ലുന്നതും. നോക്കിയേ, ഹൃദയത്തിലെ ചിന്തനങ്ങൾ. അടുത്തത് ഭാവങ്ങളെയും. നോക്കിയേ, നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്. ചിലപ്പോ ചോദിക്കല്, പാസ്റ്റർ എങ്ങനെ ഇത് അറിഞ്ഞ്? ഇല്ലേ പാസ്റ്റർ? സ്തോത്രം. ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തകളെയും വിവേചിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഇനി അടുത്തത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടി. ആ ഭാഗം കിട്ടാൻ നമ്മൾ അത്രയും വായിച്ചത്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അപ്പൊ ദൈവത്തിന്റെ കണ്ണുകളുടെ പ്രത്യേകതയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഭൂമിയിലില്ല. സ്തോത്രം. ഞാൻ ഇന്ന് ഒരു വാക്യം കൂടി വായിച്ച് സഹായിക്കണേ. യോഹന്നാൻ 1:48. യോഹന്നാൻ 1:48. പെട്ടെന്ന്. യോഹന്നാൻ 1:48. നഥാനിയേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് എന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഫിലിപ്പോസ് ആണ് നഥാനിയേലെ നിന്നെ എന്റെ അടുക്കൽ കൊണ്ടുവന്നത്. പക്ഷെ നീ കൊണ്ടുവരുന്നതിന് മുൻപ്, ഫിലിപ്പോസ് നിന്നെ കൊണ്ടുവരുന്നതിന് മുൻപ്, ഞാൻ നിന്നെ കാണുന്നതിന് മുൻപ് നീ എവിടെ ഇരുന്നവനാ? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഇപ്പോഴല്ല നിന്നെ അറിയുന്നത്, നീ ഇവിടെ വരുന്നതിന് മുൻപ് നിന്നെ കുറിച്ച് എനിക്ക് അറിവുണ്ട്. ആമേൻ.
അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ കർത്താവ് നിന്നെ എന്ത് ചെയ്തു? കണ്ടു കഴിഞ്ഞു. എല്ലാം വെളിപ്പെട്ട് വരും. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാം. ആമേൻ. എല്ലാം വെളിപ്പെട്ട് വരും. 1 കൊരിന്ത്യർ 3:11. 1 കൊരിന്ത്യർ 3:11 യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. 3:11. 11 മുതൽ 15 വരെ വായിച്ചു. 3:11 മുതൽ 15 വരെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. അടുത്ത കൂടി വായിച്ചോ. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. നോക്കി, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. സ്തോത്രം. എന്ത് മനസ്സിലായി? യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ. ദൈവസഭയുടെ സ്ഥാപകനും അടിസ്ഥാനവും ആരാണ്? കർത്താവായ യേശുക്രിസ്തു. അതിന്റെ മേളിൽ മറ്റൊന്നിടാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. ആമേൻ. ഈ അടിസ്ഥാനത്തിന് മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. അതൊന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്. അതിന്റെ ആദ്യത്തെ 3 കാര്യം: പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. ഇത് തീ കൂടെ വിട്ടാൽ അതെന്താവും? ശോധന ചെയ്ത് ശുദ്ധി ചെയ്ത് അതെന്ത് ചെയ്യും? പുറത്തു വരും. പക്ഷെ അത് കാണാനൊന്നും എന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല, ഈ ജ്വല്ലറിയില് വലിയ തിരക്കൊന്നും കാണത്തില്ല. ജ്വല്ലറിയില്. പക്ഷെ മത്തിക്കടയിലോ ഭയങ്കര തിരക്കാണ്. 24 മണിക്കൂർ കഴിയുമ്പോ കച്ചവടക്കാര് പണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടം മത്തിക്കടയിലാണോ സ്വർണ്ണക്കടയിലാണോ? സ്വർണ്ണക്കട. അവിടെ ഒറ്റ കസ്റ്റമർ കയറിയാൽ മതി. ഇവർ ഒരാഴ്ച കൊണ്ട് ചെയ്യുന്ന പണം ഒറ്റ കസ്റ്റമറിൽ നിന്ന് ആർക്ക് കിട്ടും? പക്ഷെ കാണാൻ ഒന്നുമില്ല. ഇവിടെ പറയുകയാണ്, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഇതൊക്കെ ഏതിലൂടെ പോകും? തീയിലൂടെ പോകും. സ്വന്തം. പക്ഷെ അതെന്ത് ചെയ്യും? അപ്പുറത്തെത്തും. ശുദ്ധി ചെയ്ത് അത് അപ്പുറത്തെത്തും. ആ തീ കൊണ്ട് അത് തീർന്നു പോകുകയും. എന്നിട്ട് പറയുകയാണ്, പിന്നെന്താ? മരം, പുല്ല്, വൈക്കോൽ. ഇത് കണ്ടാൽ ഒത്തിരിയുണ്ട്. 10,000 രൂപയ്ക്ക് സ്വർണം വാങ്ങിയാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. സ്വത്രം. എനിക്ക് അതിന്റെ അളവ് അറിയത്തില്ല, ഇടുന്നവർക്കേ അറിയുള്ളൂ. സ്വത്രം. 10,000 രൂപയുടെ സ്വർണം വാങ്ങിയ എത്ര ഉണ്ട്? ഇത്ര ഉണ്ടോ? പക്ഷെ 10,000 രൂപയുടെ വൈക്കോല് വാങ്ങിയാലോ? നിങ്ങൾ ഇവിടെ ഉള്ളവരൊന്നും അല്ലേ? 10,000 രൂപയുടെ വൈക്കോല് വാങ്ങിയ ഇതിനകത്ത് നിറയ്ക്കാം. പക്ഷെ 10,000 രൂപയുടെ പൊന്ന് വാങ്ങിയാൽ നമുക്ക് ഇടാൻ വലിയ സ്ഥലമൊന്നും വേണ്ടെന്നാ ഞാൻ പറഞ്ഞു. പക്ഷെ കാണാൻ ഏതാ? കേമം, മരം, പുല്ല്, വൈക്കോല്. അത് കാണാനുണ്ട്. മറ്റതെന്തില്ല? കാണാനില്ല. അതുകൊണ്ട് തീർന്നോ? ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പ്രവൃത്തി എന്ത് ചെയ്യും? വെളിപ്പെട്ട് വരും. ഇത് മരവും പുല്ലും വൈക്കോലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? തീ കൂടെ ഒന്ന് കടത്തിവിടാം. അപ്പുറത്ത് വളരെ പ്രതീക്ഷയോടെ നോക്കി നിന്നാൽ എന്തെങ്കിലും കാണാൻ പറ്റൂ? അമ്മാവന്മാരെ കാണാൻ പറ്റുമോ? ഇല്ല. അച്ചായന്മാരെ കാണാൻ പറ്റുമോ? എന്താ കാണാൻ പറ്റുക? ഒരു പിടി ചാരം. സ്വത്രം. കെട്ടുകണക്കിന് മരമാണെങ്കിലും വൈക്കോലാണെങ്കിലും പുല്ലാണെങ്കിലും അത് തീയിൽ കൂടെ കടന്നുപോയാൽ
അതൊരു പിടി ചാരമായി മാറുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വെളിപ്പാട് പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന തിരുവചനത്തിന്റെ സന്ദേശം ഇതാണ്: നമ്മുടെ പ്രവൃത്തികൾ ഒരു ദിവസം തീയിൽ കൂടെ കടന്നു പോകേണ്ടതുപോലെ വെളിപ്പെട്ട് വരുന്നൊരു ദിവസമുണ്ട്. ആ സമയത്ത് അത് മരവും പുല്ലും വൈക്കോലുമാണെങ്കിൽ അതൊരു പിടി ചാരമായിട്ട് മാറും. അല്ല, വിലയേറിയ കല്ലും പൊന്നും വെള്ളിയുമാണെങ്കിൽ അത് ആ തീക്കപ്പുറത്തേക്ക് വെളിപ്പെട്ട് വരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ആത്മീയ അർത്ഥങ്ങൾ ഒത്തിരി പറയാനുണ്ട്. സമയം നമ്മുടെ മുൻപിൽ കടന്നു പോയിരിക്കുകയാണ്. ദൈവം അനുവദിച്ച അടുത്ത ആഴ്ച ഇതിന്റെ തുടർമാനം നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, നാം മരവും പുല്ലും വൈക്കോലിനും വേണ്ടിയാണ് ഓടുന്നത്? അതോ പൊന്ന് വെള്ളിയ വിലയേറിയ കല്ല് എന്ന് പറഞ്ഞാൽ തീയിൽ കൂടെ കടന്നു പോയാലും നശിച്ചു പോകാത്ത ഒന്നിനു വേണ്ടിയാണോ നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത്? ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഒരു സ്വയപരിശോധന ചെയ്യണം. നമുക്കാരെയും വിധിക്കാൻ കഴിയത്തില്ല, പക്ഷെ വിധിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്. അവന്റെ കണ്ണുകൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ എന്റെ ജീവിതത്തിൽ ഒന്ന് നിവർത്തിച്ചു കാണുവാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടെന്ന് ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ ഒന്ന് ഉരുവാകട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ കർത്ത ദിവസത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശത്തിനായി നന്ദി പറയുന്നു. കേൾക്കപ്പെട്ട വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. ആത്മീക വർധനവ് വരുത്തുന്നതിന് കാരണമാക്കി തീർക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ഈ വചനം